മുഹമ്മദ് സൈന്യം മുന്നേറ്റം തുടരുകയാണ്. സേന മൂന്നാമത്തെ വലിയ നഗരമായ ഹോംസിലെത്തി. അലപ്പോയും ഹമയും പിടിച്ചെടുത്ത വിമതർ ദമാസ്കസിലേക്ക് നീങ്ങുന്നതായാണ് വിവരം. സിറിയയിലേക്കുള്ള അതിർത്തി അടച്ചതായി ജോർദാൻ ആഭ്യന്തരമന്ത്രി സൈൻ അൽ ഫറായ വ്യക്തമാക്കി. ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാമാണ് ഇപ്പോൾ സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോയെ നിയന്ത്രിക്കുന്നത്. വ്യാഴാഴ്ച ഹമ നഗരവും അവർ പിടിച്ചെടുത്തിരുന്നു. സിറിയയിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹോംസിൽ സായുധ വിമതർ എത്തിക്കഴിഞ്ഞു. കിഴക്കൻ സിറിയയിലെ ദേർ അൽ സൗറിന്റെ നിയന്ത്രണവും കുർദിഷ് സൈന്യം ഏറ്റെടുത്തു. സിറിയൻ സൈന്യവും അവർക്കൊപ്പമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ സംഘ കമാൻഡർമാരും പെട്ടെന്ന് തന്നെ പിൻവാങ്ങി. ദേർ അൽ സൗറിന്റെ നഗരപ്രദേശങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും മധ്യ പാൽമിറ മേഖലയിലേക്കാണ് സിറിയൻ സൈന്യം പിൻവാങ്ങിയത്. കൂടുതൽ പ്രദേശങ്ങൾ അധീനതയിലാക്കാനും ഡമാസ്കസിലേക്ക് കടക്കാനുമുള്ള ശ്രമത്തിലാണ് വിമതർ. പ്രസിഡന്റ് ബാഷർ അൽ അസദ് തുടർച്ചയായി തിരിച്ചടികൾ നേരിടുകയാണ്. അസദിന്റെ ഭരണത്തെ അട്ടിമറിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് തീവ്രവാദ സംഘടനയായ HTS നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു. സിറിയൻ സർക്കാരിന്റെ പ്രധാന സഖ്യകക്ഷിയായ റഷ്യ ഇപ്പോൾ തങ്ങളുടെ പൗരന്മാരോട് ആ രാജ്യം വിടാൻ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആഭ്യന്തര അക്രമം വർദ്ധിച്ച സാഹചര്യത്തിൽ സിറിയയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പൗരന്മാരോട് ഇന്ത്യ. സിറിയയിലെ ഇന്ത്യക്കാരോട് അവിടെ നിന്ന് മാറുകയോ ജാഗ്രത പാലിക്കുകയോ വേണമെന്നും നിർദ്ദേശിച്ചു. വിമാന ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ളവർ എത്രയും വേഗം സിറിയയിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറണം. മറ്റുള്ളവർ യാത്രകൾ ഒഴിവാക്കി പരമാവധി ജാഗ്രത പാലിക്കണം. സിറിയയിൽ തുടരേണ്ടി വരുന്നവർ ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി അടിയന്തരമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചു. ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാം സിറിയയിലെ പ്രധാന നഗരങ്ങൾ പിടിച്ചെടുക്കുകയും അക്രമം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആണ് ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്.